ഇന്ന് ഇന്ത്യ ഷെബുന്റെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ കമന്റ്സ് ചെയ്യാൻ പറയടാ. അപ്പൊ ഇതാക്കണേ, വെള്ളിയാഴ്ച ഇപ്പൊ വ്ളോഗ് എടുക്കുന്നത്. എന്താ പരിപാടി? പരിപാടി തനുവിന്റെ അടുക്ക് പോവാണ്. അതായത് നമ്മളെ റിയാദ് ട്രിപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുത്ത സീസൺ ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നു. തനുവാന്റെ സീസൺ. അതായത് നമ്മളെ വില്ല എന്ന് പറഞ്ഞില്ല, നമ്മള് പെരുന്നാൾക്ക് പോയാണ്ട് മന്തി മട്ടനൊക്കെ വെച്ചില്ലേ, ആ വ്ളോഗ് കാണാത്തനൊക്കെ നോക്കിട്ടോ, കാണാത്തനൊക്കെ കാണി. അവിടേക്കാണ് പോണത്. അവിടെ നിന്ന് നാച്ചുറലായിട്ട് കപ്പയും കാര്യങ്ങളൊക്കെ അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ആ കപ്പൊക്കെ വിളവെടുത്ത് കുക്ക് ചെയ്യുന്നു അല്ലേ, ഓർഗാനിക് കപ്പയൊക്കെ വിളവെടുത്ത് കുക്ക് ചെയ്ത് പച്ച മലന്ന് പറയുന്നത് കപ്പ പുഴുങ്ങിയതും മീൻ പൊരിച്ചതും തിന്നാനാണ് പോണത്, മത്തി പൊരിച്ചതും തിന്നാനാണ് പോണത്. അപ്പോൾ നമ്മള് മാത്രമല്ല, നമ്മളെ കൂടെ റാനമായ ഫാമിലി, എല്ലാ ഫാമിലീസും അവിടെ എത്തുന്നുണ്ട് തോന്നുന്നുണ്ട് അല്ലേ, എല്ലാവരും വരുന്നുണ്ട്. ആകെ തന്നെ വ്ളോഗ് നമ്മളൊരു ഫാമിലി ടൈം ആട്ടോ. അപ്പോൾ നേരെ വീഡിയോ ഞാൻ അവിടെ തന്നെ എത്തിയിട്ട് കാണാം കേട്ടോ. സാധാമയാണോ എന്നറിയില്ല. സാധാമയാണെങ്കിൽ സാധാമ ഓടിയാണ്ട് വണ്ടി ഇപ്പൊ കയറുന്ന അമ്പാവുമ്പോ മെല്ലെ എനിക്ക് ധൈര്യം തരുന്നോണ്ട് മെല്ലെ എന്ന് പറയുമ്പോൾ എനിക്ക് മെല്ലെ ചവിട്ടി ഇറക്ക്, ഫീൽ ചെയ്ത് ഇറങ്ങ്. യെസ്, വണ്ടി അറിയാതെ പോണത്. ഓക്കെ, ഗുഡ്. അങ്ങനെ തന്നെ അങ്ങനെ പോട്ടെ. ആക്സിഡന്റ് കൊടുത്തപ്പോ സാധാരണ പറയട്ടോ, ഓടിക്കോ വണ്ടി കയറി. സാധാരണ നിൽക്കുന്നുട്ടോ അവിടെ. നമ്മളെ തനുവാനിയുടെ സ്ഥലം കേട്ടോ, ഒഴിഞ്ഞ ഗ്രൗണ്ടാണ് കണ്ടാ. എന്തിനാ ഇവിടെ തന്നെ ഓൺ അടിച്ചണേ, ഇവിടെ തന്നെ ഓൺ അടിച്ചണേ. അപ്പൊ നമ്മൾ തനുവാൻ്റെ കൂടെ എത്തിയിരിക്കുന്നു. നമ്മളെ മട്ടം മന്തിയുട്ട കുയ്യാട്ടം അവിടെ കിടക്കണേ. വില്ല ഞാൻ കാണിച്ചിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി കാണിച്ചില്ല. അന്ന് കഴിഞ്ഞ പ്രാവശ്യം വില്ല കാണിച്ചിട്ടില്ല. കണ്ട അവിടെ കൃഷികളുണ്ടത്. ഇവിടെ നമ്മൾ വിളവെടുക്കണത്, വിളവെടുത്തിരുന്നു. റൈനമാമിൻ്റെ വ്ളോഗിലുണ്ട് കൊണ്ടുണ്ട്. കണ്ടോ, നല്ല നാടൻ കോഴിക്കള് കണ്ടോ, എല്ലാതും ഉണ്ട് കേട്ടോ അവിടെ. കണ്ടാ, ഇവിടുത്തെ കോഴി ബബ്ബ അറിയില്ല അതുകൊണ്ടുണ്ട് കേട്ടോ. പിന്നെ കണ്ടങ്ങൾ മുരിങ്ങ കേട്ടത്, മുരിങ്ങ കണ്ട ഇവിടെ കണ്ട് മുരിങ്ങയാക്കണ. സൈക്കിൾ എടാ ഇവിടെ ഇഷ്ടം, എടാ ഇവിടെ സൈക്കിൾ അച്ചോടെ ഇഷ്ടം പോലെ സൈക്കിൾ ഉണ്ടല്ലോ. ഇതിപ്പോ പോലെ പുതിയ സൈക്കിൾ വാങ്ങി ഇറങ്ങിയതാണ്. കപ്പ വിളവെടുപ്പ്. ഇല്ലല്ല, ഇതൊക്കെ ചെറുത്, ഇതൊക്കെ ചെറുത്. എവിടെ? പറിച്ചില് കഴിഞ്ഞോ? ഞാൻ അവിടെ കരി ഓടിയപ്പിന് കേട്ടോ. യെസ്, ഷെബു വിളവെടുത്ത കപ്പ. വിളവെടുത്ത കപ്പ ഷെബു ഒന്ന് പിയ്യാൻ വേണ്ടി വന്നതാണ്. അല്ല, ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കപ്പ പിയ്യണത്. സത്യം. എന്താ പപ്പാന്റെ പൊന്നിനെ, അല്ലാ പപ്പാനെ വിളിച്ചിട്ട് വാ, പപ്പ എടുക്ക വാ, ചെന്ന് കപ്പന്ന് വിളവെടുത്ത. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മന്തി ഇട്ട കരിയാണ്. ഇരട്ട വെറ്റതാണ്. മതി, അവിടെ നോട്ടെ. അങ്ങനെ മറ്റുള്ള സൈക്കിളിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാണ്ട് പപ്പാന്റെ പൊന്നെ സൈക്കിളിന്റെ കയറിയാ കൊഴിഞ്ഞാടും. ശരി, ഇവിടെ ഇതിലെ ഇഞ്ചി പൊന്നെ എടുക്കാം. പണ്ടിട്ടാ പഠിച്ചോ പപ്പനെ പൊന്നെ ചവിട്ടിക്കാ നോട്ടെ. അവിടെ ചെല്ലി മിട്ടുടാ, ചെല്ലി ഓടിച്ചെല്ലി അത് ചെല്ലി സൈക്കിൾ അടച്ചിട്ട് ചെല്ലി. ദേ പോന്നവൻ, പിടിക്കവനെ. ദേ പോണവൻ. ഇവിടെ പ്രത്യേകത എന്താ, കുട്ടികൾക്ക് ഒഴിഞ്ഞ് കളിക്കട്ടോ. കാരണം അത് നമ്മളെ ഒരു വില്ലയാണ്, പ്രൈവറ്റ് സ്പോട്ടാണ്. കണ്ട വണ്ടികളൊന്നും വരൂല.
ഇതേമാതിരി ഇങ്ങനെ നുണയും പറഞ്ഞ് ഇങ്ങനെ നടക്കാം. യെസ് കണ്ടോ ഇവിടെ ഇപ്പൊ സകല ഫോട്ടോഷൂട്ട് നടന്നായിരുന്നു. ആ ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കണേ. അത് പഠിച്ചാ പാപ്പന്റെ മുന്നേ കുക്കിങ്ങിലെ സാധനങ്ങൾ റെഡി ആക്കി കേട്ടോ. ഇന്നാള് മട്ടൻ മന്തി ആണെങ്കിൽ ഇന്ന് ചിക്കൻ മന്തിയാണ്. കുയില് തീയിട്ടിട്ടുണ്ട്. അതിലെ കുക്കിങ്ങിലെ മുളകളൊക്കെ ഇതാക്കണ്ട ഒക്കെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കാണ്. ഇന്ന് ഇന്ത്യ ഷെഫിന്റെയും വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടോ. ഇന്ത്യ ഷെഫിന് വെഡിങ് ആനിവേഴ്സറി ആണ്. മുട്ടയൊക്കെ ഞങ്ങളെ വെഡിങ് ആനിവേഴ്സറിക്ക്. അല്ല ഇവന് ഇരുത്തം കണ്ടു കഴിഞ്ഞാൽ ഇവനെ വെഡിങ് ആനിവേഴ്സറി ആണ് ഓടും. ഒറിജിനൽ വെഡിങ് ആനിവേഴ്സറി നമ്മളെ ഷെറിന്റെ കേട്ടോ. അപ്പോ വെഡിങ് ആനിവേഴ്സറി ഔദ്യോഗികമായി കേക്ക് മുറിച്ച് ഹാപ്പി ആനിവേഴ്സറി. ഒരു പൂമാല അങ്ങോട്ടും ഒരു പൂമാല ഇങ്ങോട്ടും. ഇത് കഴിഞ്ഞ ഉടൻ തന്നെ ഷെറിന് അൻവറിന് ഒരു അവാർഡ് കൊടുക്കും. 15 വർഷം മാഷാ അല്ലാ. ഈ പാഷനെ സഹിച്ചല്ലോ. കുഴപ്പമില്ല. അച്ഛാ സർപ്രൈസ് കൂടി ഉണ്ടോ? സർപ്രൈസ് എന്തോ എവിടെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ആ സർപ്രൈസ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നുണ്ട്. സർപ്രൈസ് തുറക്ക് ഫോട്ടോ തുറക്കണം. സർപ്രൈസ്. ആകെ വാങ്ങിച്ചു. അത് ഈ സഭയില് ആവശ്യമില്ലാതെ 12-ാം തീയതി വെഡിങ് ആനിവേഴ്സറിയാണ്. മാമ രസമുണ്ട്. അടിപൊളി മാഷാ അല്ലാ അടിപൊളി. അപ്പൊ ഞങ്ങളെ മന്തി പരിപാടി സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. How many chickens? Show me 1, 2, 3, 4, 5. 4. മന്തിക്കുയിലേക്ക് ചിക്കൻ വെക്കാൻ വേണ്ടി കൊണ്ടുപോവാണ്. ഇതിന്റെ മസാല തേച്ചത് ഞാനാണ്. ഒരു മിനിറ്റ്. നീലക്കുയിലിട്ടോ. നീലക്കുയില് നീലക്കുയിലാണ് നിക്കുന്നത്. മസാല തേച്ചത് ഞാനാണ്. സെലിബ്രിറ്റി എല്ലാം ഞാനാണ്. മസാല തേച്ചതൊക്കെ ഞങ്ങൾ അക്കീമാമ വീട്ടിൽ നിന്ന് തേച്ച് വന്ന്. നീലക്കുയില് പുതിയ കണ്ടന്റ് ഒന്നുമില്ല. നീലക്കുയിൽ ഈ പെരുന്നാളൊക്കെ എടുത്ത് അടുത്ത പെരുന്നാക്ക് അടുത്ത പെരുന്നാളൊക്കെ ചെറിയ വലിയ ഒരുമിച്ചായിരുന്നു. നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ക്ഷീണം തീരുമ്പോഴത്തേക്ക് എല്ലാരും ഒന്ന് മറക്കട്ടല്ലേ റേനാമി. അതാണ് പറയാൻ അവിടെ സ്ട്രാറ്റർജി. അപ്പൊ നമ്മള് മന്തിയൊക്കെ ഉണ്ടാക്കി ദമ്മിട്ടു. ഇനി മത്തി പൊരിക്കുന്നു. പാത്രം കണ്ടോ മീൻ പൊരിക്കാനായിട്ട് വാങ്ങിയതാട്ടത്. ഒറ്റ റൗണ്ടിൽ എല്ലാ മീനും പൊരിച്ചു കഴിയും. മത്തിയും പിന്നെ നമ്മളവിടെ കപ്പ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളെ പിഴുത കപ്പ അടിപൊളി കപ്പ മത്തിയും പിന്നെ മന്തിയും. ഫുൾ മത്തി പൊരിക്കട്ടോ. സെറ്റ്. ഓ കരിവേപ്പില കിട്ടപ്പോ സെറ്റായി. അത് രണ്ടും കുറച്ചുകൂടെ ഉള്ളു അല്ലേ. കാണാൻ തന്നെ ഭംഗിരാമിയെ. അതിൽ വരട്ടെ സെറ്റ് ആയിക്കണേ.
പൊട്ടിത്തെറിക്കുന്നുണ്ട്. അടയ്ക്കണം. കുരുമുളക് പൊടി ഉള്ളതുകൊണ്ട് പാത്രം രക്ഷയില്ല. ഓ ഇതിന് അടപ്പാട്ടത് ഒക്കെ സെറ്റ് സംഭവം. ജോലിക്കാരുണ്ട് വൃത്തിയാക്കാൻ. ഇവിടെ ആരും ഇല്ല. നമ്മൾ തന്നെ വൃത്തിയാക്കണ്ടേ. ആ പാത്രം കൂടെ കഴുകി. അടിപൊളി. ഇപ്പൊ സമയം എത്രയാണ്? 9:06. 9:30 ആകുമ്പോ നമ്മളെ ഇത് എടുക്കും കേട്ടോ. എന്ത് 9:06 9:30 മറ്റേ ഫുഡ് എടുക്കും. അപ്പൊ ഇതാവും സെറ്റ് ആക്കാൻ. അപ്പൊ നല്ലോണം ശരിക്ക് എല്ലാരും വിചാരം ഞാനാണ് ഈ മത്തി ആക്കിയത് നോക്കല്ലേ. എന്താലേ മസാല തേച്ച് നമ്മളെ തനുവേണ്ടി വെച്ചതാണ്. നമ്മൾ വെറും കുക്കിംഗ് മാത്രമേ ഉള്ളൂ. ഇതിന് ചൂടുണ്ട്. 3 മണിക്കൂറിന് ശേഷം നമ്മളെ മന്തി എടുക്കാൻ പോകുന്നു. എന്നിട്ടേ മോനെ ചോറ് സെറ്റ് ആയിക്കണ്ട മാമ. എന്തായാലും അങ്ങോട്ട് കൊണ്ടുപോകും. അതിനടക്ക് അതിനകത്ത് അടച്ചേര്. ഒക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാണ്. താങ്ക് യു. നമ്മള് പെരുന്നാക്കു ടീമായിരുന്നു. മൽബറി കപ്പ, മന്തി, ചിക്കൻ. ഓ പൊന്നിയ ഓ സീന്. മത്തി ചിക്കന് പൂള ഒക്കെ സെറ്റ്. ഇപ്പൊ മത്തി കിട്ടിയാ? ചോട്ടെ. അപ്പൊ ഇനി ഇത് കഴിച്ചിട്ടോ. ഇന്ന് ബാക്കി യുദ്ധം കഴിഞ്ഞിട്ട്. അപ്പൊ ഞങ്ങളെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകണം കേട്ടോ. 10 മണിയായി. ഫുഡൊക്കെ കഴിച്ചു. അടിപൊളി മന്തി കഴിച്ചപ്പോ ഒരു രക്ഷ ഉണ്ടായില്ലടാ. നല്ല ടേസ്റ്റ്. വന്നിട്ട് സോഫ്റ്റ് പഞ്ഞി മാതിരിയായിനി. അപ്പൊ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ പോവാണ്. നമ്മുടെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒക്കെ ചെയ്യട്ടോ. അപ്പൊ ഓക്കെ ബൈ.